നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കോൺഫിഡന്റ് ഗ്രൂപ്പ് ഉടമ CJ റോയിയുടെ മരണം കേന്ദ്ര അന്വേഷണ ഏജൻസികളെ മാത്രം ഭയപ്പെട്ടതുകൊണ്ടല്ല എന്നുള്ളത് തെളിയിക്കുന്ന കൂടുതൽ വിവരങ്ങൾ പുറത്തുവരികയാണ്. കോൺഫിഡന്റ് ഗ്രൂപ്പ് ഉടമ CJ റോയിയുടെ അപ്രതീക്ഷിത വിയോഗത്തിന് പിന്നിൽ ഇന്ത്യയും UAEയും തമ്മിലുള്ള സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ തടയാനുള്ള സഹകരണ കരാർ നടപടികൾ കടുത്തതെന്ന് ചില സൂചനകളാണ് പുറത്തുവരുന്നത്. പൂർണ്ണമായി നിയമപരമല്ലാത്ത സാമ്പത്തിക ഇടപാടുകൾ തടയാനും അന്വേഷിക്കാനുമുള്ള ഇന്ത്യ UAE കരാർ നടപടികൾ കർശനമാക്കിയത് റിയൽ എസ്റ്റേറ്റ് മേഖലയിലടക്കം പല സംരംഭകരെയും പ്രതിസന്ധിയിലാക്കിയതായും സൂചന. കഴിഞ്ഞ ദിവസം ജീവനൊടുക്കിയ കോൺഫിഡന്റ് ഗ്രൂപ്പ് ഉടമ CJ റോയിയും ഇത് ബാധിച്ചിരുന്നതായി മേഖലയിലുള്ളവർ പറയുന്നു. ഇന്ത്യയിലെ ബിസിനസ്സിൽ നിന്നുള്ള ലാഭമാണ് UAEയിൽ മുതൽ മുടക്കുന്നതെന്ന വിവരമാണ് റോയ് അവിടെ അധികൃതർക്ക് നൽകിയിരുന്നത്. മുതൽ മുടക്കുകളുടെ ഉറവിടം അന്വേഷിക്കാൻ കരാർ പ്രകാരം UAE അധികൃതർ ഇന്ത്യയുടെ സഹകരണം തേടിയിരുന്നു. മാസങ്ങളായി കോൺഫിഡന്റ് ഗ്രൂപ്പ് അടക്കം പല റിയൽ എസ്റ്റേറ്റ് സ്ഥാപനങ്ങളിലും ആദായ നികുതി അധികൃതർ നടത്തുന്ന പരിശോധന ഇതനുസരിച്ചുള്ള അന്വേഷണത്തിന്റെ കൂടി ഭാഗമാണെന്നാണ് വിവരം. 2018 ഉഭയകക്ഷി കരാർ പ്രകാരം UAE അധികൃതർ ഇന്ത്യയുടെ സഹായം തേടിയത് റോയിയെ വലിയ പ്രതിസന്ധിയിലാക്കിയിരുന്നു. സാമ്പത്തിക ഇടപാടുകളും അതിലെ വീഴ്ചകളും തടയാനും വിവരങ്ങൾ പരസ്പരം കൈമാറാനുമുള്ള സഹകരണ കരാറിൽ ഇന്ത്യയും UAEയും 2018 ഒപ്പുവെച്ചിരുന്നു. ഈ കരാറിന്റെ നടത്തിപ്പ് കുറെ കൂടി കാര്യക്ഷമമാക്കാനുള്ള നടപടികൾ കഴിഞ്ഞ വർഷം ഇരു രാജ്യങ്ങളും സ്വീകരിച്ചു. UAE അവരുടെ ആന്റി മണി ലോണ്ടറിംഗ് നിയമം 2025 10-ാം നമ്പർ ഫെഡറൽ ഡിക്രി വഴി കർശനമാക്കി. ഇന്ത്യയിൽ നിന്നുള്ള വ്യക്തിയോ സ്ഥാപനമോ UAEയിൽ മുതൽ മുടക്കുന്ന പണം നിയമപ്രകാരമുള്ളതല്ലെന്ന് സംശയം തോന്നിയാൽ അതിന്റെ ഉറവിടത്തെക്കുറിച്ച് അന്വേഷിക്കാൻ അവർക്ക് കരാർ പ്രകാരം ഇന്ത്യയുടെ സഹകരണം തേടാം. നിക്ഷേപം നിയമപരമല്ലെന്ന് സംശയം തോന്നിയാൽ ആ രാജ്യത്ത് നടത്തിയ ഇൻവെസ്റ്റ്മെന്റുകൾ തിരിച്ചുപിടിക്കാനും ഈ കരാറിലൂടെ സാധിക്കും. ആദായ നികുതി, പോലീസ് തുടങ്ങി എല്ലാ നിയമ സംവിധാനങ്ങളും അതിന്റെ അന്വേഷണത്തിനായി ഉപയോഗിക്കാൻ കരാർ പ്രകാരം ഇന്ത്യ ബാധ്യസ്ഥമാണ്. ഇന്ത്യയുടെ ആവശ്യങ്ങളിൽ UAE അവിടെയും ഇത്തരം സേവനങ്ങൾ ലഭ്യമാക്കണം. അന്വേഷണത്തിൽ കണ്ടെത്തിയ വിവരങ്ങൾ രഹസ്യമായി തന്നെ മറു രാജ്യത്തിന് കൈമാറുകയും വേണം. ആ രാജ്യത്ത് നടത്തിയ മുതൽ മുടക്കിന്റെ റിക്കവറിക്ക് പോലും ഇതര രാജ്യത്തിന് സാധിക്കുന്ന തരത്തിലുള്ളതാണ് കരാർ. റോയിയുടെ സ്ഥാപനങ്ങളിൽ മാസങ്ങളായി നടക്കുന്ന പരിശോധന UAE അധികൃതരുടെ ആവശ്യപ്രകാരമാണെന്നാണ് സൂചന. UAEയിൽ കോൺഫിഡന്റ് ഗ്രൂപ്പ് നടത്തുന്ന മുതൽ മുടക്കുകളിൽ രാഷ്ട്രീയം, സിനിമ തുടങ്ങിയ മറ്റു മേഖലകളിലുള്ളവരുടെ പണമുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളും അധികൃതർ അന്വേഷിക്കുന്നുണ്ട്. ഇന്ത്യയിലെ ബിസിനസ് ലാഭമാണ് UAEയിൽ നിക്ഷേപിക്കുന്നതെന്നായിരുന്നു റോയ് നൽകിയിരുന്ന വിശദീകരണം. എന്നാൽ ഇത് സംബന്ധിച്ച് കൂടുതൽ വ്യക്തത തേടി UAE നീങ്ങിയതോടെയാണ് മാസങ്ങളായി കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ഓഫീസുകളിൽ ആദായ നികുതി വകുപ്പ് പരിശോധനകൾ തുടങ്ങിയത്. ആദായ നികുതി വകുപ്പിന്റെ കണ്ടെത്തലുകൾ UAEക്ക് കൈമാറുന്നതോടെ വിദേശത്തുള്ള ആസ്തികൾ കണ്ടുകെട്ടപ്പെടാമെന്ന ഭീതിയാകാം ഒരു പ്രമുഖ സംരംഭകനെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടതെന്നാണ് മേഖലയിലുള്ളവർ നൽകുന്ന സൂചന. ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥരുടെ റെയ്ഡിനിടെ കോൺഫിഡന്റ് ഗ്രൂപ്പ് ഉടമ CJ റോയ് ആത്മഹത്യ ചെയ്ത കേസിലും നിർണായക കണ്ടെത്തലുകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. റോയുടെ ഡയറി പോലീസ് കസ്റ്റഡിയിലാണ്. ഡയറിയിൽ നിർണായക വിവരങ്ങൾ കണ്ടെത്തി. CJ റോയുടെ ഡയറിയിൽ ആത്മഹത്യക്കുറിപ്പിന് സമാന വിവരങ്ങളുണ്ട്. CJ റോയുടെ അപ്രതീക്ഷിത മരണത്തോടെ കേരളത്തിലും ബംഗളൂരുമായി വ്യാപിച്ചു കിടക്കുന്ന ബിസിനസ് ശൃംഖലയുടെ ഭാവി എന്താകുമെന്ന ആശങ്കയും ഉയർന്നിരുന്നു. കോടികളുടെ ബിസിനസ് സാമ്രാജ്യമാണ് CJ റോയ്ക്കുള്ളത്. എന്നാൽ ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തി കുടുംബാംഗങ്ങൾ രംഗത്തെത്തി. റോയുടെ സംസ്കാര ചടങ്ങുകൾക്ക് ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സഹോദരൻ CJ ബാബുവാണ് കമ്പനിയുടെ വരാനിരിക്കുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് വ്യക്തമാക്കിയത്. കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ഭാവി സംബന്ധിച്ച കാര്യത്തിൽ സുപ്രധാന തീരുമാനങ്ങൾ കുടുംബം കൈക്കൊണ്ടതായും അദ്ദേഹം അറിയിച്ചു. കമ്പനിയുടെ നിലവിലുള്ള എല്ലാ പ്രൊജക്റ്റുകളും തടസ്സമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകും. ഇതിന്റെ ഭാഗമായി പുതിയ നേതൃനിരയെയും നിശ്ചയിച്ചിട്ടുണ്ട്. റോയുടെ മകൻ രോഹിത്തും കേരളത്തിലെ ചുമതലയുള്ള ജോസഫും ചേർന്നാകും ഇനി മുതൽ കോൺഫിഡന്റ് ഗ്രൂപ്പിനെ നയിക്കുകയെന്നും ബാബു അറിയിച്ചു. നിലവിൽ നടക്കുന്ന കർണാടക പോലീസിന്റെ അന്വേഷണത്തിൽ പൂർണ്ണ തൃപ്തിയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. മരണവുമായി ബന്ധപ്പെട്ട് ഉയർന്ന അഭ്യൂഹങ്ങൾക്കും അദ്ദേഹം മറുപടി നൽകി. CJ റോയ്ക്ക് യാതൊരുവിധ കടബാധ്യതകളോ മറ്റ് സാമ്പത്തിക പ്രതിസന്ധികളോ ഉണ്ടായിരുന്നില്ല. മരണവുമായി ബന്ധപ്പെട്ട് കുടുംബത്തിനുള്ള ചില ആശങ്കകൾ പോലീസിനെ അറിയിച്ചിട്ടുണ്ടെന്നും അന്വേഷണത്തിന്റെ ഭാഗമായി 3 തവണ പോലീസ് തന്നെ വിളിച്ചിരുന്നതായും അദ്ദേഹം മാധ്യമങ്ങളോട് വിശദീകരിച്ചു. മരണവുമായി ബന്ധപ്പെട്ട് ഉയർന്ന സംശയങ്ങൾ ഇപ്പോഴും നീക്കാൻ കഴിഞ്ഞിട്ടില്ല.
IT റെയ്ഡ് നടത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ കുടുംബം രംഗത്ത് വന്നിരുന്നു. എന്നാൽ വെറും ഒരു റെയ്ഡിന്റെ പേരിൽ ജീവനൊടുക്കുന്ന ആളല്ല റോയി എന്നും മരണത്തിൽ സമഗ്രമായ അന്വേഷണം വേണമെന്നും വാദിക്കുന്നവരുമുണ്ട്. നിലവിൽ കർണാടക പോലീസാണ് കേസ് അന്വേഷിക്കുന്നത്. റോയിയുടെ മരണത്തിൽ പ്രത്യേക അന്വേഷണ സംഘമാണ് അന്വേഷണം നടത്തുന്നത്. DIG വംശി കൃഷ്ണയ്ക്കാണ് അന്വേഷണ ചുമതല. ബംഗളൂരു സൗത്ത് ഡിവിഷൻ DCP ലോകേഷും അന്വേഷണ സംഘത്തിലുണ്ട്. കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ ആസ്ഥാന ഓഫീസിൽ ഇന്നും ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്ക് എത്തി. സംഭവം പുനരാവിഷ്കരിക്കാനും ആലോചിക്കുന്നുണ്ട്. CJ റോയ് ബാംഗ്ലൂരിൽ ചികിത്സ തേടിയിരുന്നു എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഡോക്ടറുടെ മൊഴിയും അന്വേഷണ സംഘം രേഖപ്പെടുത്തി. ആദായനികുതി വകുപ്പ് ഉദ്യോഗസ്ഥരുടെ വിശദമായ മൊഴി SIT വീണ്ടും രേഖപ്പെടുത്തും. ബാലിസ്റ്റിക് ടീമുകൾ ആയുധം പരിശോധിച്ചു വരികയാണ്. ക്യാബിനുള്ളിൽ CCTV ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ടോ എന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടില്ല. കോൺഫിഡന്റ് ഗ്രൂപ്പ് സ്ഥാപക ഡയറക്ടർ മാനേജിംഗ് ഡയറക്ടറുമായ TA ജോസഫിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ അസ്വാഭാവിക മരണത്തിന് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. CJ റോയിയുടെ അസ്വാഭാവിക മരണത്തെക്കുറിച്ച് അന്വേഷണം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമനെ കത്തയച്ചു. റെയ്ഡിനിടെ തോക്കെടുത്ത് സ്വയം വെടിവെക്കാൻ ഇടയായത് ഉദ്യോഗസ്ഥരുടെ ഗുരുതരമായ വീഴ്ചയാണെന്നും നിർമ്മല സീതാരാമൻ അയച്ച കത്തിൽ പിണറായി വിജയൻ പറഞ്ഞു. റോയിയുടെ മരണത്തെ രാജ്യത്തിന്റെ നികുതി സംവിധാനത്തിനേറ്റ കളങ്കം എന്ന് വിശേഷിപ്പിക്കുകയും റെയ്ഡിനിടെ സംഭവിച്ചതായി ആരോപിക്കപ്പെടുന്ന നടപടിക്രമങ്ങളിലെ വീഴ്ചകളെക്കുറിച്ച് ഗൗരവമായ ആശങ്ക പ്രകടിപ്പിക്കുകയും ചെയ്തു. സംഭവ സ്ഥലത്ത് ഉദ്യോഗസ്ഥർ ഉണ്ടായിരിക്കെ തോക്ക് റോയ്ക്ക് എങ്ങനെ ലഭിച്ചു എന്ന് പിണറായി വിജയൻ ചോദിച്ചു. റോയിയുടെ സഹോദരൻ നടത്തിയ പ്രസ്താവനകളെ ഉദ്ധരിച്ച് IT ഉദ്യോഗസ്ഥർ റോയിയെ പീഡിപ്പിച്ചുവെന്ന കുടുംബത്തിന്റെ ആരോപണങ്ങളും മുഖ്യമന്ത്രി എടുത്തു പറഞ്ഞു. റെയ്ഡിൽ പാലിക്കേണ്ട മര്യാദകൾ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ലെന്ന കുടുംബത്തിന്റെ ആരോപണം ഗൗരവത്തോടെ കാണണം. ഇക്കാര്യങ്ങളിൽ നിഷ്പക്ഷമായ അന്വേഷണം വേണം. ചോദ്യം ചെയ്യുന്നതിനിടെ ആദായനികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ CJ റോയിയെ മുകളിലേക്ക് പോകാൻ അനുവദിച്ചത് ഏത് സാഹചര്യത്തിലാണ് എന്നതുൾപ്പെടെ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കണമെന്നും ഭാവിയിൽ ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകാതിരിക്കാൻ റെയ്ഡ് നടത്തുന്നതിനായി ചട്ടങ്ങൾ ഉണ്ടാക്കണമെന്നും മുഖ്യമന്ത്രി കത്തിൽ ആവശ്യപ്പെട്ടു. കുടുംബാംഗങ്ങളോട് മാപ്പ് ചോദിച്ചുകൊണ്ടാണ് CJ റോയിയുടെ കുറിപ്പ് ആരംഭിക്കുന്നത്. താൻ ഒരു അറ്റകൈ പ്രയോഗത്തിന് മുതിരുകയാണെന്നും അതിനെല്ലാവരും ക്ഷമിക്കണമെന്നും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. കടുത്ത മാനസിക വിഷമം പ്രകടമാക്കുന്നതോടൊപ്പം തന്നെ തന്റെ വ്യക്തിപരവും ഔദ്യോഗികമായ കാര്യങ്ങളെക്കുറിച്ചുള്ള വ്യക്തമായ കൃത്യമായ നിർദ്ദേശങ്ങളും കുറിപ്പിലുണ്ട്. വിവിധ വ്യക്തികൾക്ക് നൽകാനുള്ള പണത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ഉൾപ്പെടെയുള്ള കൃത്യമായ സാമ്പത്തിക കാര്യങ്ങളും റോയ് കുറിപ്പിൽ പരാമർശിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. തന്റെ മരണശേഷം ബിസിനസ് ആര് നിയന്ത്രിക്കണമെന്നും തന്റെ പിൻഗാമികൾ ആരായിരിക്കണമെന്നും കുറിപ്പിലുണ്ട്. കോൺഫിഡന്റ് ഗ്രൂപ്പുമായി ദീർഘകാലമായി സഹകരിക്കുന്നവരെ മാറ്റി നിർത്തരുതെന്നും അദ്ദേഹം പറയുന്നു. അവർ തന്റെ വിശ്വസ്തരായ സഹപ്രവർത്തകരാണെന്നും ഇവർ തുടർന്നും സ്ഥാപനത്തിന്റെ ഭാഗമായി തുടരണമെന്നും കുറിപ്പിലുണ്ട്. പ്രത്യേക അന്വേഷണ സംഘം നിലവിൽ കുറിപ്പിലെ വിവരങ്ങൾ പരിശോധിച്ചു. ഇതിന്റെ ഭാഗമായി റോയിയുടെ ഭാര്യയുടെയും മക്കളുടെയും മൊഴി രേഖപ്പെടുത്തും. കുറിപ്പിൽ പരാമർശിച്ചിരിക്കുന്ന സാമ്പത്തികവും ബിസിനസ് സംബന്ധവുമായ കാര്യങ്ങൾ ഒത്തുനോക്കാൻ ഇവരുടെ മൊഴികൾ സഹായിക്കുമെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ വിലയിരുത്തൽ.